ഇടയിൽ മനസ്സിലാവണമെങ്കിൽ അവരുടെ ഭാഷ ഒന്നായിരിക്കണം. അവന്റെ ഭാഷയെ വിളിക്കുന്ന വാക്ക് സുവിശേഷം എന്നാ. ആർ വി സ്പീക്കിംഗ് ഹിസ് ലാംഗ്വേജ്? ലിബറേറ്റിംഗ് വേർഡാണ് സുവിശേഷം. മുക്തി കൊടുക്കണ ഭാഷ. ആ അർത്ഥത്തില് വായിക്കുന്ന ആയ പുസ്തകം മാത്രമല്ല സുവിശേഷം. അനുദിന ജീവിതത്തിൽ പറയുന്ന എല്ലാ വാക്കും സുവിശേഷം. സാരമില്ല, ഓട്ട, വിട്ടുകള, ഞാനിതൊക്കെ എന്നെ മറന്നു, ഒരു കാപ്പി കുടിച്ചിട്ട് പോടാ, ഇതൊക്കെ സുവിശേഷം. കുറെ കാലം മുമ്പ് 2 ചങ്ങാതിമാര്, അവർക്കിടയിൽ ഒരു രഹസ്യമില്ലായിരുന്നു. എന്നാൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ? മകളുടെ കല്യാണം പറയാൻ വിട്ടുപോയി. ഇതൊക്കെ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അത് വലിയ ഇടങ്ങേറായതുകൊണ്ട് പിന്നെ പറയേണ്ടത് തീരുമാനിച്ചു. ഗുരുവായൂർ വെച്ചാണ് കല്യാണം. ഗുരുവായൂർ ഈ കല്യാണമുള്ള ദിവസമൊക്കെ കുറേ കല്യാണം ഉണ്ടാകും. കാരണം മുഹൂർത്ത ദിനമാണ്. ഉച്ചയായപ്പ അച്ഛൻ മോളുമായിട്ട് ഒരു വണ്ടി വന്ന് തിരുനടയിൽ ഇറങ്ങി, തിരുമുറ്റത്ത് ഇറങ്ങി. വലിയ ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ അയാൾ കണ്ടു തന്റെ സ്നേഹിതൻ ദൂരെ ഒരു പൊട്ട് കണക്ക് നിൽപ്പുണ്ട്. ഇവിടെ വെച്ച് അവനെ കണ്ടിട്ട് ഒന്നും പറയാതെ പോണത് ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ട് മകളെ അവിടെ നിർത്തിയിട്ട് അയാളിങ്ങനെ ആൾക്കൂട്ടത്തേക്ക് വകഞ്ഞ് അവന്റെ അടുക്കലെത്തി. എന്നിട്ട് പുറകിൽ നിന്ന് തോളെ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ എന്താ ഇവിടെ? ഒരാവശ്യമുണ്ട്. എന്താവശ്യം? ഒരു സ്നേഹിതന്റെ മകളുടെ കല്യാണം. ഏത് സ്നേഹിതൻ? തെണ്ടി നീയാണ്ട? അല്ല, എനിക്ക് വേറെ ഏതാ സ്നേഹിതൻ? ഈ തെണ്ടി വിളിയാണ് സുവിശേഷം. തെണ്ടി സുഖമാ വാക്കിന്. അവരൊറ്റ വാക്കോടുകൂടി അയാൾ ചങ്ങാതിക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ലിബറേറ്റിംഗ് വേർഡ്. കുറെ കാലം മുമ്പ് ഒരു മകൻ, ഞാൻ പൊതുവെ പറയുന്ന ഉദാഹരണമാണ്, അവന്റെ CA പരീക്ഷ 30 വയസ്സ് കഴിഞ്ഞിട്ടും എഴുതിയെടുത്തിട്ടില്ല. ഓരോ പ്രാവശ്യവും ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുമ്പോൾ അവൻ 80 വയസ്സ് കഴിയുന്ന അപ്പൻ അവനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, സാരമില്ല കുട്ട, ഒരു പരീക്ഷ തോറ്റി. അല്ലെങ്കിൽ തന്നെ നീ ദഹനിച്ച് വന്നിട്ടാണ് ഇപ്പൊ അടുപ്പ് പോകേണ്ടത്. അപ്പയ്ക്ക് പെൻഷനൊക്കെ ഉണ്ടോ? ഈ അപ്പം പറയുന്നതാണെന്താ സുവിശേഷം. ഇത്രയും കൃത്യമായിട്ട് ഈ അപ്പനെയും മകനെയും കുറിച്ച് മിക്കവാറും ഞാൻ പറയാൻ കാരണം ഇതെന്റെ അപ്പനും എൻ്റെ അനുജനുമായതുകൊണ്ടാണ്. മാതാപിതാക്കന്മാരൊക്കെ മരിച്ചുപോയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം 800 കോടി മനുഷ്യരുള്ള ഈ ഭൂമിയിൽ നമ്മളോട് സാരമില്ലെന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടായിരിക്കില്ല. സാരമില്ലെന്ന് പറയാനായിട്ട് ഒരാളില്ലെന്ന് മാത്രമല്ല, സാരമില്ലാത്ത കാര്യങ്ങളും സംഭവമാണെന്ന് പറയാനായിട്ട് ആരോ കൂടെ പാർക്കുന്നുണ്ട് താൻ. അതോടുകൂടി തലവര കടുത്തു. രണ്ടതാണ് സുവിശേഷം. ലിബറേറ്റിംഗ് വേർഡ്. പോട്ട, വിട്ടുകള. റിട്രീറ്റ് സെന്ററിലായിരുന്നു ഞാൻ 6 മാസം മുമ്പ് വരെ. അവിടെ ഇങ്ങനെ വന്നൊരു 80 വയസ്സ് കഴിഞ്ഞൊരപ്പച്ചൻ ചായയൊക്കെ തന്നെത്താൻ എടുക്കണം. കയ്യിൽ നിന്ന് ചായക്കോപ്പ വീണു, പൊട്ടിച്ചെതറി. ലോകത്തെല്ലായിടത്തും ഒരു ചായക്കോപ്പ വീണ് കഴിഞ്ഞെന്നാ പറയാവുന്നൊരു കുഞ്ഞു കാര്യമേ ഉള്ളൂ. സാരമില്ല, അത്രയും നമ്മ പറഞ്ഞിട്ടുള്ളൂ. പാതിരായി കഴിഞ്ഞപ്പോ മുറി തപ്പിപ്പിടിച്ച് വന്നിരിക്കണം. നോക്കുമ്പോ അപ്പച്ചനാ. എന്താ അപ്പച്ച? എന്നിങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇത്തിരി ഓർമ്മ വന്നതിന് ശേഷം ആരെങ്കിലും എന്നോട് സാരമില്ലെന്ന് പറയുന്നത് ഇത് നടാടയാ. ഫസ്റ്റ് ടൈം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ദരിദ്രരായിട്ടാണ് മനുഷ്യർ കടന്നു പോകുന്നത്. രണ്ടതാ. അതുകൊണ്ടാണ് നടപടി പുസ്തകം പറയും, അവരുടെ ഭാഷ എല്ലാവർക്കും മനസ്സിലായി. അല്ലേ? ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചുള്ള ആദ്യത്തെ കോംപ്ലിമെന്റ് ആണ്, ക്രിസ്ത്യാനിറ്റിയിലുള്ള മനുഷ്യർ പറയുന്ന എല്ലാവർക്കും മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയെ തിരികെ പിടിക്കുക. അതിന് നോട്ടമൊക്കെ മതി, മുണ്ടുക പോലും വേണ്ട, വെറുതെ തോളെ പിടിച്ചാൽ മതി. ആ ഭാഷയെ തിരികെ പിടിക്കുക.